ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ നടപടി വേണം എന്നുള്ള രീതിയിലുള്ള വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം കാരണം കാണിക്കൽ നോട്ടീസാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. ഇതേക്കുറിച്ച് ഡോക്ടർ ഹാരിസ് പ്രതികരിക്കുകയുണ്ടായി. ഇന്നലെയും അദ്ദേഹം ഇതേക്കുറിച്ച് പറഞ്ഞു, ഇന്നും പറഞ്ഞു. ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് എന്താണെന്ന് അദ്ദേഹത്തിന് ഇതുവരെ അറിയില്ല. ഇത് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ആ റിപ്പോർട്ട് ഇതുവരെ നൽകിയിട്ടുമില്ല. ചില സംശയങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിനും ഇപ്പോൾ അറിവായിട്ടുള്ളത്. മന്ത്രിയും അദ്ദേഹത്തെ സംശയനിഴലിൽ നിർത്തുകയാണ്. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ പ്രതികരണങ്ങൾ കേൾക്കാം. കുഴപ്പമില്ലെന്നല്ല, എന്താണെന്നെങ്കിലും നമ്മൾ ഫേസ് ചെയ്യണമല്ലോ. നമുക്കിപ്പോൾ എന്തെങ്കിലും അതതിനനുസരിച്ച് ചെയ്യും. മറുപടി എഴുതി വെച്ചിരിക്കുന്നു, അതാണ് ഞാൻ താമസിച്ചത്. ഇത്ര സമയം എല്ലാം വിത്ത് തെളിവ് ഇത് സ്വന്തമായിട്ട് തന്നെ കൊടുക്കുന്നത്. ഞാൻ എന്റെ കൈപ്പടയിൽ എഴുതി നേരിട്ട് ചീഫ് സെക്രട്ടറിക്ക് നേരിട്ട് കൊടുക്കുകയാണ്, വേറെ ആരും അറിയിക്കാം. കൊടുക്കാൻ പോകുന്ന വിശദീകരണം ഓൾറെഡി സമിതിക്ക് മുൻപാകെ കൊടുത്ത കാര്യങ്ങളല്ലേ, ആ തെളിവുകളും കാര്യങ്ങളെല്ലാം ഓൾറെഡി കൈമാറിയിട്ടുണ്ടല്ലോ. പക്ഷെ അത് കണ്ടിട്ടും അവർക്ക് ബോധ്യപ്പെടുന്നില്ല. അല്ല, അതിപ്പോ അന്വേഷണ സമിതി എന്ന് പറയുന്നവര് അവര് പ്രത്യേക കുറച്ച് വിഭാഗക്കാരാണ്. അവര് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്തതെന്ന് നമുക്കറിയില്ലല്ലോ. അത് പല ലെവലിൽ ഇന്റർപ്രറ്റ് ചെയ്തു പോകുമ്പോൾ പല രീതിയിലായിരിക്കുമല്ലോ പോവുക. അപ്പോൾ ഇതിന്റെ ചോദിച്ചിരിക്കുന്നത് ചീഫ് സെക്രട്ടറി, ഹെൽത്ത് സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ എൻ്റെ മറുപടി നേരിട്ട് കൊടുക്കുകയാണ്. എന്താണ് എൻ്റെ സംഭവം എന്നുള്ളത് അദ്ദേഹത്തിന് നേരിട്ട് കൊടുക്കുകയാണ്. അതല്ലാതെ നമുക്ക് ഇനിയിപ്പോൾ വേറെ ഒരാൾ വഴി അയക്കുമ്പോൾ അവർക്കും ഈ ഇടയ്ക്ക് നിൽക്കുന്നവർക്കും അവരുടേതായ താല്പര്യങ്ങളും ഒക്കെ കാണും. ഇതിനകത്ത് തെളിവ് കൊടുത്തവർക്ക് അവരുടേതായ താല്പര്യങ്ങൾ കാണും. പല സൈഡിൽ നിന്നുള്ള താല്പര്യങ്ങൾ കാണും. അതൊന്നും നമുക്കറിയില്ല. ഞാൻ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നു. അല്ല, അതൊന്നും നമുക്കറിയില്ല. ഇത് പല ലെവൽ കടന്നിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഫിൽട്ടർ ഔട്ട് ചെയ്തിരിക്കുന്നത്, അതിനകത്ത് എന്തൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നതെന്നും നമുക്കറിയില്ല. എന്താണ് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് അവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എൻ്റെ കൈ കിട്ടിയ, അല്ലെങ്കിൽ അവരെന്താണ് കണ്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം ഡോക്ടർ ആരോഗ്യമന്ത്രിയായിട്ട് ഇല്ല, അങ്ങനെ ഞാൻ ഒരിക്കലും ആരോഗ്യവകുപ്പ് മന്ത്രി നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. ഇതിപ്പോൾ കത്ത് മുഖേന അറിയിക്കാനുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അത് പറയാൻ എനിക്ക് നാണക്കേടുണ്ട്. ഈ കത്തടിക്കാനുള്ള പേപ്പർ വരെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കണം. കാരണം അവിടെ ഒരു പ്രിന്റ് എടുക്കാനുള്ള ഒരു പേപ്പർ പോലും നമുക്കവിടെ കിട്ടിയിട്ടില്ല. ഒന്നുകിൽ നമ്മളത് പൈസ കൊടുത്ത്, ഞാൻ 500 പേപ്പർ വെച്ച് വാങ്ങിച്ച് എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട് പൈസ കൊടുത്ത്. അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ട് ഞാൻ ഒരു സെറ്റ് പേപ്പർ വാങ്ങിച്ചാണ് നമ്മുടെ ഈ പേപ്പർ തന്നെ അടിച്ചു കൊടുക്കുന്നത്. അത്രയും വലിയ ഗതികേടാണ്. പിന്നെ എങ്ങനെയാണ് നമുക്കിങ്ങനെ പേപ്പർ അടിച്ചു കൊടുക്കാൻ പറ്റുന്നത്? പിന്നെ എനിക്ക് സ്വന്തമായിട്ട് ഓഫീസില്ല, എനിക്ക് സ്വന്തമായിട്ട് സ്റ്റാഫില്ല, എനിക്ക് സ്വന്തമായിട്ട് ഒരു പ്രിന്റിംഗ് മെഷീൻ പോലും ഇല്ല. അത് പിന്നെ നമ്മൾ പലരുടെയും കൈയും കാലം പിടിച്ചിട്ടാണ് ഇത് എഴുതിയൊക്കെ കൊടുക്കാൻ. അതിനൊന്നും എനിക്ക് ടൈം കിട്ടത്തില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പിന്റെ തലവനായ ഡോക്ടർ ഹാരിസ് ചിറക്കൽ അന്ന് നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ അത് മെഡിക്കൽ സിസ്റ്റത്തിന്റെ പോരായ്മകളെക്കുറിച്ചായിരുന്നു. അത് അതിൻ്റെതായ സ്പിരിറ്റിൽ തുടക്കത്തിൽ ആരോഗ്യമന്ത്രി ഉൾക്കൊണ്ടതാണ്. അത് മാത്രമല്ല, അദ്ദേഹം ആവശ്യപ്പെട്ട ആ ഉപകരണങ്ങൾ എത്തിക്കുകയും ചെയ്യുകയുണ്ടായി ഹൈദരാബാദിൽ നിന്ന്. പക്ഷേ പിന്നീട് മുഖ്യമന്ത്രി അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞതോടുകൂടി ആരോഗ്യമന്ത്രിയും നിലപാട് മാറ്റുകയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇതും കടന്ന് ഇന്ന് മന്ത്രി വീണ ജോർജിന്റെ വാക്കുകളുണ്ട്. അതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തിനാണ് ഈ രീതിയിലുള്ള പ്രതികരണം അവർ നടത്തിയത് എന്ന് അത്ഭുതപ്പെട്ടു പോവുകയാണ്. വീണ ജോർജിന്റെ പ്രതികരണത്തിലേക്ക്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ സ്വാഭാവികമായിട്ടുള്ള ഡോക്ടർ ഹാരിസിന് അദ്ദേഹത്തോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു എന്നുള്ളത് അതൊരു ഡിപ്പാർട്ട്മെന്റ് തല നടപടിയാണ്. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമാണ്. അത് ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള ഒരു നടപടിക്രമം മാത്രമാണ്. അത് തിരുവനന്തപുരത്ത് MP-യുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി. അപ്പൊ അതിനു മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. അപ്പോ ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ഇതുണ്ട്, ഇത് കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതൊരു പക്ഷേ നമ്മുടെ ഒരു അന്വേഷണത്തിൽ മാത്രം നിൽക്കുന്നതല്ല. അപ്പോ ഈ വിദഗ്ധ സമിതി മറ്റൊരു അന്വേഷണം കൂടി അതിന് സജസ്റ്റ് ചെയ്തു. അപ്പൊ അതിലൊരു ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം കൂടി നടത്തിയിട്ട് നമ്മുടെ പരിധിയിൽ, കാരണം അതൊരു കളവ് പോയി എന്നുള്ളതാണല്ലോ, അല്ലെങ്കിൽ അവിടെ കാണുന്നില്ല എന്നുള്ളതാണല്ലോ, അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമിതിയുടെ അന്വേഷണത്തിലാണ്, സമിതി എല്ലാം അവിടെ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ അന്വേഷണം കൂടി നടത്തിയിട്ട് അതിന്റെ എന്താണ് അതിന്റെ റിപ്പോർട്ട് നോക്കിയിട്ട് അതിന്റെ ഫർദർ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഉണ്ട്. ഡോക്ടർ ഹാരിസിനെതിരെ ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായിട്ടുള്ള റുട്ടീനായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു നടപടി ക്രമം മാത്രമാണ്.
സ്വാഭാവികമായിട്ടുള്ള നടപടി മാത്രമാണ് എന്ന് മന്ത്രി പറയുമ്പോഴും അവർ മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. അവിടെ ഒരു കളവ് നടന്നിട്ടുണ്ട് എന്നാണ്. ആ മെഡിക്കൽ ഉപകരണം, അതിന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ആ മെഡിക്കൽ ഉപകരണം കാണാതായിട്ടുണ്ട്. അത് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലുണ്ടെന്നാണ്. KGM-CT-യുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഷിബു ആർ. ഡോക്ടർ, എന്താണ് ആരോഗ്യമന്ത്രി ഈ പറയുന്നത്? ഈ നമ്മുടെ ഹാരിസ് ചിറക്കൽ അദ്ദേഹത്തിന്റെ വകുപ്പിൽപ്പെട്ടതാണല്ലോ ഈ കാണാതായ ഉപകരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹമാണ് സമാധാനം പറയേണ്ടത്. ഇതിപ്പോൾ വിദഗ്ധ സമിതി അന്വേഷിച്ച് അവസാനം ഡോക്ടറെ കള്ളനാക്കുകയാണോ? ഒരു 3 ആഴ്ചക്ക് മുമ്പ് ഒരു പത്രവാർത്ത ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. അതില് ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നും വേറൊന്നും അതില് പുള്ളിക്കെതിരെ നടപടി ഒന്നും ശുപാർശ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു രീതിയിലുള്ള. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഒരു റിപ്പോർട്ട്, പുതിയൊരു റിപ്പോർട്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ഇത് വിദഗ്ധ സമിതി റിപ്പോർട്ട്, അപ്പൊ അന്നത്തെ റിപ്പോർട്ട് ചെയ്തതിൽ തെറ്റുപറ്റിയതാണോ ഇപ്പോഴുള്ളതാണോ സത്യമൊന്നും അറിയാൻ പറ്റുന്നില്ല. ആരും കണ്ടിട്ടില്ല. ഡോക്ടർ ഹാരിസിന് പോലും അതിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ ആരോഗ്യമന്ത്രി പറഞ്ഞു ഈ റിപ്പോർട്ട് ആരും കണ്ടിട്ടില്ല, വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിട്ടും ആർക്കും കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് അറിയാം ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണെന്ന്. അതാണ് അവർ പറയുന്നത്. ഇതിവിടെ നിൽക്കുകയില്ല, ഇത് പോലീസ് അന്വേഷണത്തിലേക്ക് നീങ്ങുമെന്നാണല്ലോ അവർ പറയുന്നത്. അതായത് ഈ സിസ്റ്റത്തെ വിമർശിച്ച, അവിടെ ഒരു അനാസ്ഥ ചൂണ്ടിക്കാണിച്ച നിങ്ങളുടെ സഹപ്രവർത്തകനെ കള്ളനാക്കുകയാണ് ഡോക്ടർ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ KGM-CT-ക്ക്? തീർച്ചയായിട്ടും അത് ഡോക്ടർ ഹാരിസിനെതിരെ എന്തെങ്കിലും നടപടി വരുവാണെങ്കിൽ സംഘടന എന്ന നിലയ്ക്ക് നമ്മൾ ശക്തമായ രീതിയിൽ തന്നെ ഇടപെടുന്നതായിരിക്കും. ഞാൻ പറഞ്ഞത് ഇതിന്റെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. ഇത് സ്വാഭാവികമായ ഒരു ഷോക്കോസ് നോട്ടീസാണ് എന്നുള്ള രീതിയിലും കൂടെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോ നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടികളൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. പക്ഷെ ഇതിനേക്കാൾ വലിയ എന്ത് കാര്യമാണ് വേണ്ടത്? അല്ല, ശരിയാണ്, ഒരു വകുപ്പ് തല നടപടിയിലേക്ക് പോകില്ലായിരിക്കും ഇതിന്റെ പേരിൽ, ഈ തുറന്നു പറച്ചിലിന്റെ പേരിൽ. പക്ഷെ അവിടെ വളഞ്ഞിട്ട് മറ്റൊരു പിടുത്തം പിടിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തെ കള്ളനാക്കുന്ന രീതിയിൽ ആ മെഡിക്കൽ ഉപകരണം, 20 ലക്ഷം രൂപയുടെ ഉപകരണം കാണാതായെന്നാണ്. ഇത് താങ്കളും തിരുവനന്തപുരത്ത് ഉള്ളയാൾ തന്നെയാണല്ലോ. ഇത് നേരത്തെയും ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഏതൊക്കെ ഉപകരണങ്ങൾ കാണാതെ പോയി എന്ന്. അപ്പോൾ അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടി യോജിപ്പിച്ച് ഇതിന്റെ എല്ലാം ഉത്തരവാദി ഇദ്ദേഹമാണ്, ഡോക്ടർ ഹാരിസ് ചിറക്കലാണ് എന്ന് പറയുന്നത് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഡോക്ടർ, ഇങ്ങനെ ഒരു തുറന്നു പറച്ചിലൊന്നും മെഡിക്കൽ സിസ്റ്റത്തിനെതിരെ ഒരു ഡോക്ടറും ഇനി നടത്തിക്കൂടാ, ഒരു മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരും നടത്തിക്കൂടാ. അങ്ങനെ ഒരു സന്ദേശം താങ്കളെപ്പോലുള്ളവർക്ക് കിട്ടുകയാണല്ലോ മന്ത്രിയുടെ ഈ വാക്കുകളിൽ നിന്ന്. തീർച്ചയായും ആ രീതിയിലൊരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ഒരു സന്ദേശം തന്നെയാണ് അത് വരുത്തുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ ഒരു നടപടി പാടില്ല. ഈ മോഷണം പോയെന്ന ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അറിവില്ല. KGM-CT-ക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടിയിട്ടില്ല. കാരണം അവിടെ ഈ ഉപകരണങ്ങൾ മോഷണം പോയതായിട്ട് യാതൊരു അറിവുമില്ല നമുക്ക്. എങ്ങനെ അത് ഈ വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ കടന്നുകൂടി എന്നതിനെ കുറിച്ച് നമുക്കൊരു വിവരമില്ല. അപ്പോൾ അത് ദുരൂഹമായി തുടരുകയാണ്. മന്ത്രി അത് തുറന്ന് പറയണം. ഇപ്പോൾ ഡോക്ടർ ഹാരിസും ഏറ്റവും ഒടുവിൽ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും ഏതാണ്ട് ഇതേ കാര്യമാണ് പറഞ്ഞത്. ഇന്ന് വൈകിട്ട് ഡോക്ടർ ഹാരിസ് ചിറക്കൽ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ കൂടി കേൾക്കാം. അല്ല, അന്നും അങ്ങനെ ആയിരിക്കത്തില്ല. ഇത് വിദഗ്ധ സമിതിയിലെന്നോ ഒന്നാമത്തെ കാര്യം, അവർക്ക് ഇത് മൊത്തം നോക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ഇത് ഓപ്പറേഷൻ തിയേറ്ററിന് അകത്തിരിക്കുന്ന സാധനമാണ്. അവർക്ക് അതിനകത്ത് കയറാനുള്ള പെർമിഷൻ ഇല്ല. ഇത് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസമാണ്, 2 ദിവസങ്ങളിലാണ് എൻക്വയറി നടന്നത്. അവർക്ക് ഇതിനകത്തൊന്നും കയറാനോ ഒന്നും അകത്ത് ചെക്ക് ചെയ്യാനോ ഒന്നും യാതൊരു തരത്തിലുള്ള അവകാശവും കിട്ടിയില്ല, അതിനുള്ള അനുവാദങ്ങളും ഇല്ല. അവർ അതിനല്ല വന്നതും. വിദഗ്ധ സമിതിക്ക് അങ്ങനെ അകത്ത് കയറി, ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപകരണങ്ങളോ അതിന്റെ ഭാഗങ്ങളോ ഒന്നും പരിശോധിക്കാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല. അവരങ്ങനെ ചെയ്തിട്ടുമില്ല. ഇതാണ് ഡോക്ടറുടെ